മോദിയെ പുകഴ്ത്തുന്നതല്ലാതെ ആരും രാജ്യത്തെ വ്യവസായ മേഖലയിൽ നിക്ഷേപം നടത്തുന്നില്ല. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ നിലവിൽ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ്. 1947 മുതൽ 2014 വരെ ഇന്ത്യയുടെ ആകെ കടമായിരുന്ന 50 ലക്ഷം കോടി മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 150 ലക്ഷം കോടിയായി. 42% കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന 14ാം ധനകമ്മീഷന്റെ ശുപാർശ മോദി ഇടപെട്ട് 32% കുറച്ചുവെന്ന് നീതി ആയോഗ് CEO വെളിപ്പെടുത്തിയിട്ടും മാധ്യമങ്ങളിൽ അത് വാർത്തയായില്ല. കേന്ദ്രത്തിന് താൽപ്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ ഞെരുക്കുകയാണെന്നും യാഥാർത്ഥ്യം തുറന്നു പറയുന്നവരെ രാജ്യദ്രോഹികളാക്കുകയാണെന്നും ഡോക്ടർ പരകാല പ്രഭാകർ പറഞ്ഞു. When the 14th Finance Commission has recommended 42% of the finances collected by the center should be given to states, the Prime Minister wanted to pressurize the Finance Commission to reduce that from 42% to 32%. Because nobody in India is prepared to write about it. ഇന്ത്യയിൽ ജനാധിപത്യം അങ്ങേയറ്റം ദുർബലമാകുന്ന സ്ഥിതിയാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്നതല്ല. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭാഷ തുടങ്ങി ഒന്നിലേക്ക് മാത്രമെല്ലാം കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ്. ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സംഭവങ്ങൾ ഇവിടെയും ആവർത്തിക്കുമെന്നും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഇല്ല എങ്കിൽ അത് നമ്മുടെ ഉറക്കം കെടുത്തേണ്ടതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം എറണാകുളം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച എസ് രമേശൻ സ്മാരക പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പരകാല പ്രഭാകർ. കൈരളി ന്യൂസ്, കൊച്ചി.